നമസ്കാരം. കേരളം വ്യവസായ സൗഹൃദമല്ല എന്ന് പറഞ്ഞ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലെ നമ്മുടെ ഒന്നാം സ്ഥാനം ഇല്ലാതാക്കാൻ വേണ്ടി കിറ്റെക്സ് എംഡി സാബു എം ജേക്കബ് നടത്തിയ വ്യാജ പ്രചരണം സത്യമെന്ന രീതിയിൽ അയാൾ ഛർദ്ദിച്ചത് മുഴുവൻ വെണ്ടയ്ക്ക അക്ഷരത്തിൽ വാർത്തയാക്കി കൊടുത്ത മാധ്യമങ്ങൾക്ക്, പ്രത്യേകിച്ച് മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾക്ക് കിട്ടിയ ഒരു അടിയെ പറ്റിയാണ് ഇന്നത്തെ വാർത്ത. നിങ്ങൾ അറിഞ്ഞില്ലേ? കേരളം വീണ്ടും വ്യവസായ സൗഹൃദമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ടോപ്പ് അച്ചീവർ പുരസ്കാരമാണ് നമുക്ക് ഇത്തവണ ലഭിച്ചിട്ടുള്ളത്. എന്തായാലും സംരംഭങ്ങൾ തുടങ്ങാൻ ഏറ്റവും മികച്ച സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് നമ്മൾ ഒന്നാമതെത്തിയിട്ടുള്ളത്. വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. അപ്പോൾ പീയൂഷ് ഗോയൽ പറഞ്ഞത്, അതായത് എങ്ങനെ ഈ ഒന്നാം സ്ഥാനം നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയുന്നു, അഭിനന്ദനങ്ങൾ എന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് കിട്ടിയിട്ടുള്ള ഈ പുരസ്കാരം ചെറുതൊന്നുമല്ല. മന്ത്രി പി രാജീവ് ഡൽഹിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ BRF റാങ്കിങ് 2024 ഇന്ന് സംസ്ഥാന വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ വെച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ കേരളത്തിന് കഴിഞ്ഞ തവണത്തെ പോലെ ടോപ്പ് അച്ചീവർ സ്ഥാനം നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞു എന്നത് ഏറെ അഭിമാനകരമാണ്. ഇത്തവണ 3 കാറ്റഗറി ആയിട്ടാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഫാസ്റ്റ് മൂവേഴ്സ്, ആസ്പിരൻസ്, അതുപോലെ തന്നെ സ്പേസ് എന്ന 3 കാറ്റഗറി ആയിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ വൈ കാറ്റഗറി, എക്സ് കാറ്റഗറി, അതിൽ നമ്മൾ ഫാസ്റ്റ് മൂവേഴ്സിലാണ് കേരളം ഉൾപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ തവണത്തെ പോലെ ആദ്യത്തെ അവാർഡ് മന്ത്രി പീയൂഷ് ഗോയലിൽ നിന്ന് നമുക്ക് കേരളത്തിന് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞു. ഫാസ്റ്റ് മൂവേഴ്സിൽ കഴിഞ്ഞ തവണ 91% റിഫോംസ് ആണ് നമ്മൾ നടപ്പിലാക്കി ടോപ്പ് അച്ചീവർ ആയത്. ഇത്തവണ 99.3% റിഫോംസ് നമുക്ക് നടപ്പിലാക്കാൻ കഴിയും. അപ്പൊ കഴിഞ്ഞ തവണത്തെക്കാളും റിഫോംസിന്റെ കാര്യത്തിൽ നല്ല മുന്നേറ്റം ഉണ്ടായി. ഇത്തവണ പൂർണ്ണമായിട്ടും ബിസിനസ് കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങളിലാണ്. കഴിഞ്ഞ തവണ 2 ബിസിനസ് റിഫോംസിലായിരുന്നു നമ്മൾ ഒന്നാമതായതെങ്കിൽ ഇത്തവണ 4 നമുക്ക് ഒന്നാമതാകാൻ കഴിഞ്ഞു. അപ്പോ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കൊപ്പം നമുക്കൊപ്പം കേരളം ആദ്യം തന്നെ ഈ ഫാസ്റ്റ് മൂവർ പട്ടികയിൽ ഇടം പിടിച്ചു. നമ്മുടെ തൊട്ടടുത്തുള്ള ആന്ധ്രയിൽ ഫാസ്റ്റ് മൂവറിലുണ്ട്. എന്നാൽ തമിഴ്നാട്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എല്ലാം തന്നെ സെക്കൻഡ് കാറ്റഗറിയിലാണ്, ആസ്പേഴ്സ് കാറ്റഗറിയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ തവണ നമുക്ക് കിട്ടിയ അംഗീകാരം അത് ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിൽ നിന്ന് വ്യക്തമായത്. കേരളത്തിന്റെ പ്രകടനത്തെ പ്രത്യേകമായി തന്നെ മന്ത്രി പീയൂഷ് ഗോയൽ പ്രശംസിക്കുകയുണ്ടായി. നല്ല രീതിയിൽ നമുക്ക് മുന്നേറാൻ കഴിഞ്ഞു. അപ്പോൾ താൽക്കാലികമായ പ്രതിഭാസമായിരുന്നില്ല കഴിഞ്ഞ വർഷം ഉണ്ടായത്, അതിനേക്കാളും മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞു. ഈ വർഷം മിക്കവാറും എല്ലാ റിഫോംസും 4 ഒഴികെ യൂണിയൻ ഗവൺമെന്റ് ഈ മിനിസ്ട്രിയും പറഞ്ഞിട്ടുള്ള എല്ലാ റിഫോംസും നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു. 434 4 ഒഴികെ 430 റിഫോംസ് നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ടായി. അപ്പൊ നല്ല നേട്ടം കൈവരിക്കാനായിട്ട് കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് വ്യവസായ മേഖലയിലുള്ള ഉണർവിന് ഒന്നുകൂടി കരുത്ത് ലഭിക്കുന്നതിന് 2024 റാങ്ക് സഹായകരമായിരിക്കും. അതിപ്പോഴാണ് കഴിഞ്ഞുള്ളൂ. ഞങ്ങൾ ഇന്ന് തന്നെ പോകുന്നതുകൊണ്ടാണ് നിങ്ങളെല്ലാം ഈ സമയത്ത് തിരക്കുകൾക്കിടയിലും ഇപ്പൊ തന്നെ കണ്ട് ഈ സന്തോഷം, നമ്മുടെ നാടിന്റെ അഭിമാനം പങ്കുവയ്ക്കാമെന്ന് കരുതിയത്. അവാർഡോട് വച്ചിട്ടുണ്ട് എന്താ ഇപ്പൊ ഇതില് മികച്ച നേട്ടം കൈവരിച്ചെങ്കിലും കേരളത്തിനുള്ള സാമ്പത്തിക സഹായങ്ങളടക്കം കേന്ദ്രം വലിയ അതിന്റെ ഇത് മാനദണ്ഡമാക്കിയിട്ടില്ല. ഇത് ഭാവിയിൽ ഇതൊക്കെ ഒരു മാനദണ്ഡമാക്കേണ്ടതാണ്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ലോ, അതൊരു വേറൊരു വിഷയമാണ്. നമുക്കിതിൽ ഈ നേട്ടം കൈവരിക്കുന്നതിൽ എല്ലാ വകുപ്പുകളുടെയും പിന്തുണയുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ വകുപ്പുകളുടെയും ഏകോപനം അത് പ്രധാനപ്പെട്ടതാണ്. ഇപ്പോ നേരത്തെ വ്യത്യസ്തമായി ഇലക്ട്രിസിറ്റി കണക്ഷൻ, വാട്ടർ കണക്ഷൻ കിട്ടുന്നതിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് കേരളമാണ് എന്ന് നേരത്തെ പറഞ്ഞ് നമ്മൾ വിശ്വസിക്കില്ല. ഈ റാങ്കിങ്ങിൽ ഒരു ഒന്നാമതെത്തിയിട്ട് ഒരു മേഖല അത്തരം മേഖലയാണ്. പിന്നെ ഒരു ബിസിനസ് തുടങ്ങുമ്പോഴും രജിസ്റ്റർ ചെയ്യുമ്പോഴും ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാന നിലയിലേക്ക് കേരളം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ സാധാരണഗതിയിൽ ഏറ്റവും പുറകിലാണെന്ന് നമ്മൾ നേരത്തെ കണ്ടിരുന്ന മേഖലയിൽ പോലും നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. എല്ലാ വകുപ്പുകളുടെയും അകമഴിഞ്ഞ പിന്തുണയും അവരെല്ലാം തന്നെ എടുത്ത മുൻകൈയുമാണ് വ്യവസായത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഈ മുൻകൈ നേടാനായിട്ട് സഹായകരമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഫിക്കി, CIA, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ അവരെല്ലാം തന്നെ നല്ല സഹായം
ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. KSIDC ആണ് പ്രധാനമായിട്ടും ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. അവരും വളരെ മെച്ചപ്പെട്ട ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാവരുടെയും ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ നേട്ടം നിലനിർത്താനായിട്ട് കഴിഞ്ഞത്. വ്യവസായ മേഖലയിലെ പുരോഗതിയാകുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗത്തിന് കൂടി മുതൽക്കൂട്ടാകുന്നതാണ്. അതിലേതെങ്കിലും ഒരു വിലയിരുത്തൽ നടത്തുന്നുണ്ടോ? ഒരു എത്ര പെർസെന്റേജ്? അല്ല, ഇപ്പൊ നമുക്ക് തന്നെ നമ്മുടെ ആഭ്യന്തര വരുമാനത്തിലുള്ള വർധനവ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. നല്ല രീതിയിലുള്ള ആഭ്യന്തര വരുമാനത്തിൽ വർധനവുണ്ട്. പിന്നെ നിങ്ങൾ ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന പത്രപ്രവർത്തകർ എന്ന നിലയിൽ ഉദ്യം രജിസ്ട്രേഷൻ വന്നിട്ടുള്ള മാറ്റം, എത്രമാത്രം വർധനവുണ്ടായി, ഇത്തരം കാര്യങ്ങളെല്ലാം അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രമാത്രം മാറ്റം വ്യവസായ മേഖലയിൽ സംഭവിക്കുന്നു. അത് സ്വാഭാവികമായിട്ട് ആഭ്യന്തര വരുമാനത്തിൽ പ്രതിഫലിക്കും. GST മാത്രമല്ല, മറ്റു രീതിയിലുള്ള ടാക്സുകളിലും അത് പ്രതിഫലിക്കുന്നുണ്ട്. അപ്പൊ അത് കുറെ കൂടി മുന്നോട്ട് പോകുന്നതിന് ഇത് സഹായകരമായിരിക്കും. പിന്നാലെ തന്നെ രാജീവ് MP രാജേഷ് മന്ത്രിയെ വിളിച്ചു. MP രാജേഷ് ഫേസ്ബുക്കിൽ ആ സന്തോഷം പങ്കുവച്ചത് ഇങ്ങനെയാണ്: മന്ത്രി സഖാവ് P രാജീവിന്റെ സന്തോഷം നിറഞ്ഞ ഫോൺ കോൾ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വന്നു. കേരളം വ്യവസായ സൗഹൃദ സൂചികയിൽ വീണ്ടും ടോപ്പ് അച്ചീവർ പദവി കൈവരിച്ചതിന്റെ സന്തോഷം പങ്കിടാനായിരുന്നു അദ്ദേഹം വിളിച്ചത്. 2024 റാങ്കിംഗ് ആണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചത്. ആദ്യമായി ഈ നേട്ടം കേരളം കൈവരിച്ചപ്പോഴും അദ്ദേഹം അപ്പോൾ തന്നെ വിളിച്ച് ഈ നേട്ടം കൈവരിക്കുന്നതിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ വഹിച്ച പങ്കിന് നന്ദി പറഞ്ഞിരുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ K-സ്മാർട്ട് വഴിയുള്ള ഓൺലൈൻ സേവനങ്ങൾ ഈ നേട്ടത്തിൽ മുഖ്യ പങ്ക് വഹിച്ച ഘടകമാണെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി എടുത്തു പറഞ്ഞു. ഈ വർഷം നടപ്പിലാക്കിയ വിപ്ലവകരമായ ലൈസൻസ് ചട്ട ഭേദഗതികളും കെട്ടിട നിർമ്മാണ ചട്ട ഭേദഗതികളും അടുത്ത വർഷത്തെ റാങ്കിങ്ങിനാണ് പരിഗണിക്കുക. ഈ റാങ്കിങ്ങിൽ അടുത്ത വർഷവും മികച്ച നേട്ടം കൈവരിക്കാൻ ഈ നടപടികൾ സഹായിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വകുപ്പുകളുടെ കാര്യക്ഷമമായ ഏകോപനവും സർക്കാരിന്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങളും എങ്ങനെയാണ് കേരളത്തെ എല്ലാ മേഖലകളിലും മികവ് കൈവരിക്കാൻ സഹായിക്കുന്നത് എന്ന് തെളിയിക്കുന്നതാണ് വ്യവസായ സൗഹൃദ സൂചികയിലെ നേട്ടം ആവർത്തിക്കാനായത്. വ്യവസായ വകുപ്പ് മന്ത്രി സഖാവ് രാജീവിന് പ്രത്യേക അഭിനന്ദനങ്ങൾ എന്നാണ് മന്ത്രി MP രാജേഷ് കുറിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നത്തെ മനോരമ പത്രം, മാതൃഭൂമി പത്രം, എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ടിൽ കേരളം വ്യവസായ സൗഹൃദമെന്ന് അവർ കൊടുത്തിട്ടുണ്ട്. അതായത് കേരളം വ്യവസായ സൗഹൃദമല്ല എന്ന് പറഞ്ഞ് കൊടുത്ത മാധ്യമങ്ങളൊക്കെ കേരളം വ്യവസായ സൗഹൃദമാണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ വലിയൊരു സന്തോഷം തോന്നുന്നുണ്ട്. ഞാനിന്ന് പത്രമൊക്കെ മറച്ചു നോക്കി. ഇനിയിപ്പോ പേര് വല്ലതും മാറിപ്പോയതാണോ, മനോരമ എന്നുള്ളത് വേറെ ഏതെങ്കിലും പേരായതാണോ, അത് മാതൃഭൂമി എന്നുള്ളത് വേറെ ഏതെങ്കിലും പേരായതാണോ എന്നൊക്കെ നോക്കി. അല്ല, അതേ പത്രം തന്നെ എന്തായാലും അവരും സംബന്ധിച്ചിരിക്കുന്നു, കൊടുത്തിരിക്കുന്നു. മാത്രമല്ല, ഈ സാബുവും ജേക്കബിനെ പോലുള്ള ആളുകളൊക്കെ കേരളം വ്യവസായ സൗഹൃദമല്ല എന്ന് പറഞ്ഞപ്പോഴും ഫിക്കി, ഇവിടുത്തെ വ്യവസായികൾ ഏറ്റവും വലിയ സംഘടനയാണ്, അവരും യൂസഫ് അലിയും ഒക്കെ ഒരേ സ്വരത്തിൽ പറഞ്ഞത് കേരളം വ്യവസായ സൗഹൃദമാണ്, സാബുവിന്റെ ഒറ്റപ്പെട്ട ശബ്ദമാണ് എന്നാണ് പറഞ്ഞത്. എന്തായാലും കേരളം വ്യവസായ സൗഹൃദമായി ഇങ്ങനെ നിലകൊള്ളുന്നതിന്റെ അഭിമാനം ചെറുതൊന്നുമല്ല, വാനോളമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. കേരളം വ്യവസായ സൗഹൃദമല്ല എന്ന് പറഞ്ഞ് നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന വ്യവസായികളെയും സംരംഭകരെയും ഓടിക്കാൻ വേണ്ടി ഇറങ്ങുന്ന തുരപ്പന്മാർക്ക് മുഖത്തേറ്റടിയാണിതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.